അപ്പോൾ നമ്മൾ നമ്മുടെ 7th ചാപ്റ്റർ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്താണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് ഡിസ്കസ് ചെയ്യണം. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് രണ്ട് തരത്തിലാണുള്ളത്, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തിനാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത്, എന്തിനാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യണം. പിന്നെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് 4 എണ്ണം, അതേപോലെ തന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് 3 എണ്ണം, അതിൻ്റെ സിൻടാക്സും വർക്കിങ്ങും ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. പിന്നെ സ്വിച്ചും ഈഫ് എൽസ് ഇഫ് ലാഡറും തമ്മിലുള്ള ഡിഫറൻസും സ്വിച്ച് ഉപയോഗിക്കാൻ ആവശ്യമായ കണ്ടീഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിൻ്റെ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷനിൽ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നോർമൽ ഫ്ലോ ഓഫ് കൺട്രോൾ നമ്മൾ പ്രോഗ്രാമൊക്കെ എഴുതി പഠിച്ചായിരുന്നു. പ്രോഗ്രാം എഴുതി പഠിച്ച സമയത്ത് നമ്മൾ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ യൂസിങ് നെയിം സ്പേസ് STD എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിനുശേഷം ഇൻറ്റ് മെയിൻ ഓഫ് എന്ന് പറയുന്ന ഇൻറ്റ് മെയിൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. അതിനുശേഷം ഇൻറ്റ് മെയിൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയതിന് ശേഷം ഓപ്പണിംഗ് കേളി ബ്രാക്കറ്റ്, അത് കഴിഞ്ഞ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതും. അതിനുശേഷമാണ് ക്ലോസിംഗ് കേളി ബ്രാക്കറ്റ്സ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സീക്വൻഷ്യൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇൻറ്റ് മെയിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം പഠിച്ചപ്പോൾ പറഞ്ഞാണ്, നമ്മൾ ഏതൊരു പ്രോഗ്രാമിൻ്റെയും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻറ്റ് മെയിൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഇൻറ്റ് മെയിൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇൻറ്റ് മെയിൻ എന്ന് തുടങ്ങി തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നതിനെ നമ്മൾ സീക്വൻഷ്യൽ ഫ്ലോ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ നോർമൽ ഫ്ലോ ഓഫ് കൺട്രോൾ ഓഫ് എ പ്രോഗ്രാം എന്നാണ് നമ്മൾ പറയുക. ഈ സീക്വൻഷ്യൽ ഫ്ലോ ഓഫ് കൺട്രോളിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. അതായത് നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷനിൽ ചേഞ്ച് വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനെ റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നതാവാം. വീണ്ടും അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നത് നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ഒരു ചേഞ്ചാണ്. നോർമലി താഴേക്ക് എക്സിക്യൂട്ട് ചെയ്ത് പോകുമ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് വീണ്ടും ആ 2 സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, വീണ്ടും ആ 2 സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നത് നോർമൽ ഫ്ലോ ഓഫ് കൺട്രോളിൽ വരുത്തുന്ന ഒരു ടൈപ്പ് ചേഞ്ചാണ്. അല്ലെങ്കിൽ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഈ കണ്ടീഷൻ്റെ ബേസിൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാതെ വേറൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതും നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷനിൽ വരുത്തുന്ന ചേഞ്ചാണ്. അപ്പോൾ ഇങ്ങനെ സീക്വൻഷ്യൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് 2 രീതിയിലാണുള്ളത്. അപ്പോൾ ആദ്യം ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് വാട്ട് ആർ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ വാട്ട് ആർ കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്നുള്ളതിൻ്റെ ഡെഫിനേഷനാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ചേഞ്ചസ് ഇൻ ദ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. അതാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് 2 തരത്തിലാണുള്ളത്, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫസ്റ്റ് വൺ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടാമത്തേത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ഫോർ എക്സിക്യൂട്ടിംഗ് ഓർ സ്കിപ്പിംഗ് പർട്ടിക്കുലർ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. ഒരു കണ്ടീഷൻ്റെ ബേസിൽ ഒരു കണ്ടീഷൻ ഉണ്ടാവും. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇതിനെ സ്കിപ്പ് ചെയ്ത് വേറൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഒരു കണ്ടീഷൻ്റെ ബേസിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ സ്കിപ്പ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുക. ഇനി ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് 4 എണ്ണമാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ ഈഫ് ഓർ ഈഫ്. വെറുതെ ഈഫ് എന്ന് എഴുതുന്നത് തന്നെയാണ് സിമ്പിൾ ഈഫ്. ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ ഈഫ്. സെക്കൻഡ് വൺ ഈസ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. മൂന്നാമത്തേതാണ് ഈഫ് എൽസ് ഇഫ് ലാഡർ. നാലാമത്തേതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഈ 4
കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഡിസിഷൻ മേക്കിങ്ങിൽ ഈ 4 എണ്ണമാണ് നമ്മൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഡെഫിനിഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കണ്ടീഷൻ്റെ ബേസിൽ എക്സിക്യൂട്ട് ചെയ്യാനോ സ്കിപ്പ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വണ്ണാണ് ഈഫ് അല്ലെങ്കിൽ സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ തന്നെ സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഡസ് നോട്ട് ഹാവ് എൽസ് പാർട്ട്. അതായത് എൽസ് പാർട്ട് ഇല്ലാത്ത ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. അതിൻ്റെ അകത്ത് ട്രൂ കേസ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഫോൾസ് കേസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: ഈഫ് ഓഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഓപ്പണിംഗ് കേർലി ബ്രാക്കറ്റ് ട്രൂ കേസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് സിമ്പിൾ ഈഫിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: ഇതിൻ്റെ അകത്ത് ട്രൂ കേസ് സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ ഉണ്ടാവും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ട്രൂ കേസ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടീഷൻ തെറ്റാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് സിമ്പിൾ ഈഫിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇതാണ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൽ പഠിക്കേണ്ടത് വാട്ട് ഈസ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ സിൻടാക്സ്, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. വർക്കിംഗ് തന്നെയാണ് വാട്ട് ഈസ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ വർക്കിംഗ് തന്നെയാണ് നമ്മൾ പറയാം. അപ്പോൾ ആദ്യം സിൻടാക്സ് എഴുതുക: ഈഫ് ഓഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഓപ്പണിംഗ് കേർലി ബ്രാക്കറ്റ് ട്രൂ കേസ് സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസിംഗ് കേർലി ബ്രാക്കറ്റ്. അതിൻ്റെ താഴെ എഴുതുക: സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഡിഫൈൻസ് ഓൺലി ദ ട്രൂ കേസ് സ്റ്റേറ്റ്മെൻറ്റ്. It checks the test expression, and if the test expression is true, it will execute the true case statement, and if the test expression is false, it moves out of the if block. അതായത് ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്ത് നോക്കുന്നു. ഈഫ് സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, ഈഫിൻ്റെ കൂട്ടത്തിലുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്ത് നോക്കുന്നു. ടെസ്റ്റ് എക്സ്പ്രഷൻ ശരിയാണെങ്കിൽ, ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ട്രൂ കേസ് സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ, ടെസ്റ്റ് എക്സ്പ്രഷൻ തെറ്റാണെങ്കിൽ ഈ ഈഫിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നു. ഈഫിൽ കയറാതെ അതിൻ്റെ പുറത്തേക്ക് കടക്കുന്നു. ഇതാണ് സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്ന കാര്യം. ഇത്രയാണ് ഈഫിൽ പഠിക്കുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഫസ്റ്റ് വണ്ണാണ് സിമ്പിൾ ഈഫ് അല്ലെങ്കിൽ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? അല്ല, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമ്മൾ പറഞ്ഞു. എക്സ്പ്രഷൻ ചെക്ക് ചെയ്ത് നോക്കി ട്രൂ ആണെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ, ഇപ്പോൾ നമ്മളിങ്ങനെ പറയുകയാണ്: ഈഫ് എ ഗ്രേറ്റർ ദാൻ 5 സി ഔട്ട് എ എന്ന് എഴുതുകയാണ്. ഈഫ് എ ഗ്രേറ്റർ ദാൻ 5 സി ഔട്ട് എ എന്ന് പറയുകയാണെങ്കിൽ, ഇവിടെ എയുടെ വാല്യൂ 5നേക്കാളും കൂടുതലാണെങ്കിലാണ് ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആവുള്ളൂ. എയുടെ വാല്യൂ 6 ആണെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആവും. എയുടെ വാല്യൂ 10 ആണെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആവും. അങ്ങനെയുള്ള കേസുകളിൽ സി ഔട്ട് എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. ഇനി അല്ലാത്ത കേസിലോ എയുടെ വാല്യൂ 3 ആണെങ്കിലോ 3 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുന്ന കണ്ടീഷൻ തെറ്റാണ്. കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറൂല, ഈ സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യൂല. എക്സിക്യൂട്ട് ചെയ്യാതെ ഇതിനെ സ്കിപ്പ് ചെയ്ത് കളയുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഈഫിൻ്റെ സിൻടാക്സ് പഠിക്കുക, സിമ്പിൾ ഈഫിൻ്റെ സിൻടാക്സ് പഠിക്കുക, അതിൻ്റെ വർക്കിംഗ് നോക്കുക. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാതെ സ്കിപ്പ് ചെയ്യും. ഇനി രണ്ടാമത്തേതാണ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. If else statement defines both true case statements as well as false case statement. True case statementനെയും false case statementനെയും രണ്ടിനെയും ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് if else statement എന്ന് പറയുന്നത്. അതിൻ്റെ സിൻടാക്സ്: if of test expression true case statement, else false case statement. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. ഫോൾസ് കേസ് സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസിംഗ് കേർലി ബ്രാക്കറ്റ്. ഇതാണ് സിൻടാക്സ് ഓഫ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, രണ്ട് കേസുകളും ഡിഫൈൻഡ് ആണ്. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ട്രൂ കേസ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ എൽസിൻ്റെ താഴെ വരുന്ന ഫോൾസ് കേസ് സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യുക. ഇങ്ങനെ ട്രൂ കേസ് സ്റ്റേറ്റ്മെൻറ്റും ഫോൾസ് കേസ് സ്റ്റേറ്റ്മെൻറ്റും രണ്ടും ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വർക്കിംഗ് എന്ന് പറയുന്നത് ആദ്യം ടെസ്റ്റ് എക്സ്പ്രഷൻ നോക്കും. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഈഫിൻ്റെ താഴെ വരുന്ന
ട്രൂ കേസ് സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ എൽസിൻ്റെ താഴെ വരുന്ന ഫോൾസ് കേസ് സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് ആദ്യം എഴുതുക. ഇതാണ് സിൻടാക്സ്. സിൻടാക്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ വർക്കിംഗ് ആണ് നിങ്ങൾ പറയേണ്ടത്. അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഈഫ് എൽസ് statement checks a test expression. If else statement checks a test expression. If the test expression is true, it executes the true case statement just below the if statement. If statement തൊട്ട് താഴെയുള്ള true case statement നെ execute ചെയ്യും. If the test expression is false, it executes the false case statement below the else statement. തെറ്റാണെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ തെറ്റാണെങ്കിൽ എൽസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ താഴെയുള്ള ഫോൾസ് കേസ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക. ഇതാണ് ഈഫ് എൽസിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, സിൻടാക്സ് ആൻഡ് വർക്കിംഗ്. അപ്പോൾ ഇത്രയും നമ്മൾ ഇതിൻ്റെ അകത്ത് ഓരോ പ്രോഗ്രാം എല്ലാത്തിലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പ്രോഗ്രാം പഠിക്കേണ്ട ആവശ്യമില്ല, അത് ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് അല്ല. നിങ്ങൾ ഈ സിൻടാക്സും അതിൻ്റെ വർക്കിങ്ങും മാത്രം പഠിച്ചിരുന്നാൽ മതി. ഇതാണ് ഈഫ് എൽസിൻ്റെ സിൻടാക്സും വർക്കിങ്ങും. നിങ്ങൾക്ക് ഇടയ്ക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു ജസ്റ്റ് സിൻടാക്സും വർക്കിങ്ങും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളാം. ഇതാണ് ഈഫ് എൽസ്. ഇനി മൂന്നാമത്തേതാണ് ഈഫ് എൽസിഫ് ലാഡർ. ഈഫ് എൽസിഫ് ലാഡർ. അപ്പോൾ ഈഫ് എൽസിഫ് ലാഡർ പറയുന്നതിന് മുൻപായിട്ട് നിങ്ങൾ പറയേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഈഫ് എൽസിഫ് ലാഡർ ക്യാൻ ബി യൂസ്ഡ് വെൻ there are more than one condition to be checked. ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ ഉള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഈഫ് എൽസിഫ് ലാഡർ എന്ന് പറയുന്ന കൺസ്ട്രക്റ്റിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈഫ് എൽസിഫ് ലാഡർ. അപ്പോൾ അതാണ് മൂന്നാമത്തേത്, ഈഫ് ലാഡർ. ഈഫ് എൽസിഫ് ലാഡർ അതിൻ്റെ സിൻടാക്സ് ആണ് നമ്മൾ ആദ്യം പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: ഈഫ് ഓഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1 സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 else if test expression 2 statement block 2 etc. else statement block n. ഇതാണ് ഈഫ് എൽസിഫ് ലാഡറിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഈഫ് എൽസിഫ് ലാഡറിൻ്റെ സിൻടാക്സ്. ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ട്രൂ ആണെങ്കിൽ, ഇവിടെ ഒന്നിൽ കൂടുതൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ഉള്ളപ്പോഴാണ് നമ്മൾ ഈഫ് എൽസിഫ് ലാഡർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇവിടെ എക്സെട്ര ഇട്ടിട്ടുണ്ട്, എത്ര ടെസ്റ്റ് എക്സ്പ്രഷൻസ് വേണമെങ്കിലും നമ്മൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ആണ് ട്രൂ ആവുന്നെങ്കിൽ എല്ലാ ടെസ്റ്റ് എക്സ്പ്രഷനും ഒരിക്കലും ട്രൂ ആവില്ല. അപ്പോൾ ആദ്യം മുതലുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻസ് നോക്കിപ്പോവും. അതിൻ്റെ അകത്ത് ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ട്രൂ ആണെങ്കിൽ അതിൻ്റെ താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്ത് ബാക്കിയുള്ളതിനെ എല്ലാം സ്കിപ്പ് ചെയ്യാണ് ചെയ്യുക. ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ഫോൾസ് ആണെങ്കിൽ നേരെ അടുത്ത ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണോ നോക്കും. ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ട്രൂ ആണോ നോക്കും. അപ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ട്രൂ ആണോ നോക്കി, അത് ട്രൂ ആണെങ്കിൽ നേരെ അതിൻ്റെ താഴെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യും, ബാക്കിയുള്ളതെല്ലാം സ്കിപ്പ് ചെയ്യും. അങ്ങനെ നോക്കി എല്ലാ ടെസ്റ്റ് എക്സ്പ്രഷൻസും ചെക്ക് ചെയ്യും. ഏത് ടെസ്റ്റ് എക്സ്പ്രഷൻ ആണോ ട്രൂ ആവുന്നത് അതിൻ്റെ കൂടെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കിനെ മാത്രം എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻസും ട്രൂ അല്ലെങ്കിൽ പിന്നെ ഏറ്റവും അവസാനം ഈഫ് ഇല്ലാത്ത വെറുതെ എൽസ് എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. എൽസ് കേസിൻ്റെ താഴെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. ഈഫ് ഇല്ലാതെ സിമ്പിൾ ആയിട്ട് ഒരു എൽസ് മാത്രം എഴുതിയിട്ടുണ്ടാകും. ആ എൽസിൻ്റെ താഴെ വരുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ഈഫ് എൽസിഫ് ലാഡറിൻ്റെ വർക്കിംഗ്. അപ്പോൾ നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ഈഫ് എൽസിഫ് ലാഡർ ഈസ് യൂസ്ഡ് വെൻ there are more than one test expression. ഒന്നിൽ കൂടുതൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ഉള്ള കേസിലാണ് നമ്മൾ ഈഫ് എൽസിഫ് ലാഡർ ഉപയോഗിക്കുക. അതിനുശേഷം അതിൻ്റെ സിൻടാക്സ് പറയണം. സിൻടാക്സ് നിങ്ങൾ എഴുതുക. പിന്നെ അതിൻ്റെ വർക്കിംഗ് ആണ് പറയേണ്ടത്. സിൻടാക്സ് എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വർക്കിംഗ് ആണ് പറയേണ്ടത്. അത് first it checks the test expression 1. If test expression 1 is true, then it executes the statement just below the test expression 1. അത് ട്രൂ ആണെങ്കിൽ ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ 1ൻ്റെ തൊട്ട് താഴെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. ഇനി if test expression 1 is false, അതിൻ്റെ കൂടുതൽ ഒരു കാര്യം കൂടി പറയണം. ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ട്രൂ ആണെങ്കിൽ it executes the statement just below the test expression 1 and skips all other test expressions. അതിൻ്റെ ബാക്കി വരുന്ന ബാക്കി എല്ലാ ടെസ്റ്റ് എക്സ്പ്രഷനെ സ്കിപ്പ് ചെയ്യാണ് ചെയ്യുക. ഇനി if test expression 1 is false, ഇത് തെറ്റാണെങ്കിൽ എന്ത് സംഭവിക്കും? then it goes to next test expression. അടുത്ത ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് പോകും, അതിനെ ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. അത് ഫോൾസ് ആണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും? അടുത്ത ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് പോകും.
If all the test expressions are false, then it executes the statement below the else case statement. Else സ്റ്റേറ്റ്മെൻറ്റിൻ്റെ താഴെ വരുന്ന എല്ലാ ടെസ്റ്റ് എക്സ്പ്രഷൻസും ഫോൾസ് ആണെങ്കിൽ എൽസിൻ്റെ താഴെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ഈഫ് എൽസിഫ് ലാഡറിൻ്റെ പ്രത്യേകത. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആദ്യം ഈഫ് എൽസിഫ് ലാഡർ മൾട്ടിപ്പിൾ കണ്ടീഷനുകളൊക്കെ ഉപയോഗിക്കുന്നു, സിൻടാക്സ് എഴുതുന്നു, വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ടെസ്റ്റ് എക്സ്പ്രഷൻ 1 നോക്കും. ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1, തെറ്റാണെങ്കിൽ അടുത്ത ടെസ്റ്റ് എക്സ്പ്രഷൻ, ട്രൂ ആണെങ്കിൽ അതിൻ്റെ താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അടുത്ത ടെസ്റ്റ് എക്സ്പ്രഷൻ, എല്ലാം ഫോൾസ് ആണെങ്കിൽ എൽസ് കേസിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് ഈഫ് എൽസിഫ് ലാഡറിൻ്റെ വർക്കിംഗ്. ഇനി ഇതിൻ്റെ അകത്തെ ലാസ്റ്റ് വണ്ണാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സും വർക്കിങ്ങുമാണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇത്രയും കാലം അത് എന്താണ് സാധാരണ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഈ വർഷം പ്രോഗ്രാം ഇൻക്ലൂഡഡ് അല്ല, എന്നാൽ പോലും എല്ലാ വർഷങ്ങളിലും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സും വർക്കിങ്ങും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വർഷവും ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സും വർക്കിങ്ങും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിക്കാൻ ഏറ്റവും സാധ്യത ഞാൻ കാണുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സും വർക്കിങ്ങും ആണ്. അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുന്നതിന് അതിൻ്റെ സിൻടാക്സും വർക്കിങ്ങും ഒക്കെ പഠിക്കുന്നതിന് മുൻപായിട്ട് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ കുറച്ച് തിയറി പാർട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അത് ഈഫ് എൽസിഫ് ലാഡറിന് പകരമായിട്ടാണ്, മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈഫ് എൽസിഫ് ലാഡറിന് പകരമായിട്ടാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. പക്ഷേ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ആ 3 കണ്ടീഷൻസ് നമ്മൾ കൃത്യമായിട്ട് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അതിനുശേഷം സ്വിച്ചും ഈഫ് എൽസിഫ് ലാഡറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കണം. അതും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സും വർക്കിങ്ങും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ വേണ്ടിയിട്ട് 3 കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് the operator used in the test expression must be equality operator or equal to. ഇക്വാലിറ്റി ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഈക്വൽ ടു എന്ന് പറയുന്ന റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്തുപയോഗിക്കാൻ പറ്റുള്ളൂ, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ A<5 എന്ന് പറയുന്ന ടെസ്റ്റ് എക്സ്പ്രഷൻ നമ്മൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരിക്കലും എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഏതാണ്, ലെസ് ദാൻ എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്. അതേസമയം ഈക്വൽ ടു 5 എന്നാണെങ്കിൽ ഇതിന് പകരം നമ്മൾക്ക് സ്വിച്ച് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓപ്പറേറ്റർ ഈക്വൽ ടു ആണ്. അപ്പോൾ ഈ ഇക്വാലിറ്റി ഓപ്പറേറ്റർ നമ്മൾ ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതുമ്പോൾ ആ ടെസ്റ്റ് എക്സ്പ്രഷനിലെ ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഈക്വൽ ടു അല്ലെങ്കിൽ ഇക്വാലിറ്റി ഓപ്പറേറ്റർ ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, നമ്മുടെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് സ്വിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ കണ്ടീഷനാണ് ദ ഡാറ്റ ടൈപ്പ് ഓഫ് ഓപ്പറാൻഡ് മസ്റ്റ് ബി ഇൻഡ് ഓർ ക്യാർ. ഇൻഡ് അല്ലെങ്കിൽ ക്യാർ ഡാറ്റ ടൈപ്പിലുള്ള ഓപ്പറാൻസ് ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈക്വൽ ടു 5 എന്ന് പറയുന്ന കേസിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും, സ്വിച്ച് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ പറഞ്ഞു. കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഈക്വൽ ടു ആണ്. അതേസമയം 5.0 അല്ലെങ്കിൽ 5.1 എന്നാണെങ്കിൽ ഈക്വൽ ടു 5.1 എന്നാണെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല, സ്വിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിനെ നമ്മൾക്ക് ഒരിക്കലും എവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, സ്വിച്ച്. ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ വരുന്ന ഓപ്പറേറ്ററും എന്നാണ് നമ്മൾ പഠിച്ചതാണ്. A+B എന്ന് എഴുതുമ്പോൾ ഈ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററും എയും ബിയും അതിൻ്റെ ഓപ്പറാൻസുമാണ്. ഈക്വൽ ടു ബി എന്ന് എഴുതിയാൽ ഈക്വൽ ടു എന്ന് പറയുന്നത് ഓപ്പറേറ്ററും എയും ബിയും ഓപ്പറാൻറ്റുമാണ്. അപ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷനിലെ ഓപ്പറാൻറ്റുകളുടെ ഡാറ്റ ടൈപ്പ് ഇൻഡോ ക്യാരോ ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി മൂന്നാമത് ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. ദ ഫസ്റ്റ് ഓപ്പറാൻഡ് ഇൻ all the test expressions must be same. First operand in all the test expression must be
സെയിം. അതായത് നമ്മൾ ഒന്നിൽ കൂടുതൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ഉള്ളപ്പോഴാണ് നമ്മൾ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ, അതിന് വേണ്ടിയിട്ടാണ് സ്വിച്ച് ഉപയോഗിക്കാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് ഫസ്റ്റ് ടെസ്റ്റ് എക്സ്പ്രഷൻ എ ഇസ് ഈക്വൽ ടു 5. ഇനി രണ്ടാമത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ എ ഇസ് ഈക്വൽ ടു 7. മൂന്നാമത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ എ ഇസ് ഈക്വൽ ടു 8. അപ്പോൾ എല്ലാ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെയും ആദ്യത്തെ ഓപ്പറാൻഡ് എന്ന് പറയുന്നത് സെയിം ആണ്. ഇവിടെ എല്ലായിടത്തും എ ആണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ ടെസ്റ്റ് എക്സ്പ്രഷൻസിലും ഫസ്റ്റ് ഓപ്പറാൻഡ് സെയിം ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. എ ഈസ് ഈക്വൽ ടു ബി 7, ബി ഈക്വൽ ടു 7, സി ഈക്വൽ ടു 8. ഇങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും സ്വിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ടെസ്റ്റ് എക്സ്പ്രഷൻസിലെ ഫസ്റ്റ് ഓപ്പറാൻഡ്സ് ഡിഫറൻ്റ് ആണ്. ടെസ്റ്റ് എക്സ്പ്രഷൻസിൽ എല്ലാത്തിലെയും ഫസ്റ്റ് ഓപ്പറാൻഡ് സെയിം ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ, ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഈഫ് എൽസ് ഇഫ് ലാഡറിന് പകരമായിട്ട് നമ്മൾക്ക് സ്വിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈഫ് എൽസ് ഇഫ് ലാഡറും സ്വിച്ചും ഒരേ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ. പക്ഷേ സ്വിച്ച് ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അല്ലാത്ത കേസുകളിലെല്ലാം ഈഫ് എൽസ് ഇഫ് ലാഡർ മാത്രമേ നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ സ്വിച്ച് ഉപയോഗിക്കാനുള്ള കണ്ടീഷൻസ് ഇതൊക്കെയാണ്. ഒന്നാമത്തേത് ഇക്വാലിറ്റി ഓപ്പറേറ്റർ ആയിരിക്കണം ഉപയോഗിച്ചിരിക്കുന്നത്. ടെസ്റ്റ് എക്സ്പ്രഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓപ്പറേറ്റർ ഇക്വാലിറ്റി ഓപ്പറേറ്റർ. വെറുതെ ഇക്വാലിറ്റി ഓപ്പറേറ്റർ ആയിരിക്കണം നിങ്ങൾ എഴുതിയാൽ പോരാ കേട്ടോ. ടെസ്റ്റ് എക്സ്പ്രഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓപ്പറേറ്റർ ഇക്വാലിറ്റി ഓപ്പറേറ്റർ ആണെങ്കിലേ സ്വിച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ, ടെസ്റ്റ് എക്സ്പ്രഷനിലെ ഓപ്പറാൻസിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻഡോ ക്യാരോ ആയിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ, എല്ലാ ടെസ്റ്റ് എക്സ്പ്രഷൻസിൻ്റെയും ഫസ്റ്റ് ഓപ്പറാൻഡ് സെയിം ആയിരിക്കണം. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും നിങ്ങൾക്ക് എന്നാൽ പിന്നെ ഈഫ് എൽസ് ഇഫ് ലാഡർ തന്നെ ഉപയോഗിച്ചാൽ പോരെ, എന്താ സ്വിച്ചിൻ്റെ ആവശ്യം, ഈ കണ്ടീഷൻസ് ഒക്കെ നോക്കാൻ നിൽക്കണമെന്ന്. അപ്പോൾ അതിന് നമ്മൾ സ്പേസ് കോംപ്ലക്സിറ്റി, ടൈം കോംപ്ലക്സിറ്റി 2 കാര്യങ്ങൾ 3ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് അല്ല, എന്നാലും നമ്മൾ പഠിച്ചൊരു കാര്യമാണ് സ്പേസ് കോംപ്ലക്സിറ്റിയും ടൈം കോംപ്ലക്സിറ്റിയും. അപ്പോൾ ഒരു ഏറ്റവും നല്ല പ്രോഗ്രാം എന്ന് പറയുന്നത് സ്പേസ് കോംപ്ലക്സിറ്റിയും ടൈം കോംപ്ലക്സിറ്റിയും കുറവുള്ള പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഈഫ് എൽസ് ഇഫ് ലാഡറിനേക്കാളും സ്പേസ് ടൈം കോംപ്ലക്സിറ്റീസ് കുറവ് സ്വിച്ചിനായതുകൊണ്ട് വലിയ പ്രോഗ്രാംസ് ഒക്കെ എഴുതുമ്പോൾ സ്വിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യും. പ്രോഗ്രാം ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈഫ് എൽസ് ഇഫ് ലാഡറിനേക്കാളും നല്ലത് സ്വിച്ചാണ്. അതുകൊണ്ടാണ് ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈഫ് എൽസ് ഇഫ് ലാഡറിന് പകരം സ്വിച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സ്വിച്ച് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തു, മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാനാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. സ്വിച്ച് ഉപയോഗിക്കണമെങ്കിലുള്ള 3 കണ്ടീഷൻസുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് സിൻടാക്സ് പഠിക്കുന്നതിന് മുൻപായിട്ട് സ്വിച്ചും ഈഫ് എൽസ് ഇഫ് ലാഡറും തമ്മിലുള്ള ഡിഫറൻസും കൂടെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് പോവുക, സിൻടാക്സ് വർക്കിങ്ങിലേക്ക് പോവുക. അപ്പോൾ ഡിഫറൻസസ്, സ്വിച്ചും ഈഫ് എൽസ് ഇഫ് ലാഡറും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ഡിഫറൻസ് അല്ല, നമ്മളൊരു കമ്പാരിസൺ ആണ് നടത്തുന്നത്. ഇത് രണ്ടും മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്വിച്ച് ആണെങ്കിലും ഈഫ് എൽസ് ഇഫ് ലാഡർ ആണെങ്കിലും മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് എന്ന് പറയാം. കൂടുതൽ ടെസ്റ്റ് എക്സ്പ്രഷൻസിനെ ഒന്നിച്ച് ചെക്ക് ചെയ്യുക. അപ്പോൾ രണ്ടും മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഇനി സ്വിച്ചിൻ്റെ കേസിൽ ഇക്വാലിറ്റി ഓപ്പറേറ്റർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈഫ് എൽസ് ഇഫ് ലാഡറിൻ്റെ കേസിൽ എനി റിലേഷണൽ ഓപ്പറേറ്റർ ക്യാൻ ബി യൂസ്ഡ്. ഏത് റിലേഷണൽ ഓപ്പറേറ്റർ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഇതിൽ ഏത് റിലേഷണൽ ഓപ്പറേറ്റർ വേണമെങ്കിലും നമ്മൾക്ക് ഈഫ് എൽസ് ഇഫ് ലാഡറിൽ ഉപയോഗിക്കാം. പക്ഷേ സ്വിച്ചിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷനിൽ ഇക്വാലിറ്റി ഓപ്പറേറ്റർ മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മൾ സ്വിച്ചിൻ്റെ കേസിൽ പറയുന്നത് ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ ഓപ്പറാൻസിൻ്റെ ഡാറ്റ ടൈപ്സ് ഇൻഡോ ക്യാരോ ആയിരിക്കണം. ഇൻഡോ ക്യാരോ. ഇവിടെ ഈഫ് എൽസ് ഇഫ് ലാഡർ ആണെങ്കിൽ എനി ഡാറ്റ ടൈപ്പ് ക്യാൻ ബി യൂസ്ഡ്. ഇൻഡോ ക്യാരോ ഫ്ലോട്ടോ ഡബിളോ ഏത് ഡാറ്റ ടൈപ്പ് വേണമെങ്കിലും നമുക്ക് ഈഫ് എൽസ് ഇഫ് ലാഡറിലെ കണ്ടീഷനിലെ ഓപ്പറാൻസിന് ഉപയോഗിക്കാം. പക്ഷേ സ്വിച്ചിലെ ഓപ്പറാൻസിന് ഒന്നെങ്കിൽ ഇൻഡ് ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ ക്യാർ ഡാറ്റ ടൈപ്പ് മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇനി സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്പറാൻഡ് മസ്റ്റ് ബി സെയിം. ഏത് ടെസ്റ്റ് എക്സ്പ്രഷൻ എടുത്താലും അതിൻ്റെ അകത്തെ ഫസ്റ്റ് ഓപ്പറാൻഡ് മസ്റ്റ് ബി സെയിം. ഫസ്റ്റ് ഓപ്പറാൻഡ് മസ്റ്റ് ബി സെയിം. ഇനി ഈഫ് എൽസ് ഇഫ് ലാഡർ ആണെങ്കിൽ എനി ഓപ്പറാൻഡ്സ് ക്യാൻ ബി യൂസ്ഡ്. എനി ഓപ്പറാൻഡ്സ് ക്യാൻ ബി യൂസ്ഡ്. ഏത് ഓപ്പറാൻഡിനെ വേണമെങ്കിലും നമ്മൾക്ക് ഈഫ് എൽസ് ഇഫ് ലാഡറിൽ ഉപയോഗിക്കാം. പക്ഷേ സ്വിച്ച് ആണെങ്കിൽ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ഓപ്പറാൻഡ് സെയിം ആയിരിക്കണം. തൊട്ട് മുമ്പ് പറഞ്ഞതായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇനി ഒരു മാച്ചും കണ്ടില്ലെങ്കിൽ, ഒരു ടെസ്റ്റ് എക്സ്പ്രഷനും ട്രൂ അല്ലെങ്കിൽ സ്വിച്ചിൻ്റെ കേസിൽ
ഡിഫോൾട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക. ഡിഫോൾട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ. if else if ladder ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എൽസ് എന്ന് പറയുന്ന കേസാണ് എക്സിക്യൂട്ട് ചെയ്യുക. മൊത്തം ചെക്ക് ചെയ്ത് നോക്കും, ഒരു ടെസ്റ്റ് എക്സ്പ്രഷനും ട്രൂ അല്ലെങ്കിൽ പിന്നെ എൽസ് കേസ് എടുക്കും ഏതിൻ്റെ അകത്ത്, if else if ladderൽ. അപ്പോൾ ഇതേപോലെ തന്നെ സ്വിച്ചിൻ്റെ കേസിൽ എല്ലാ ടെസ്റ്റ് എക്സ്പ്രഷനും നോക്കി ഒരു ടെസ്റ്റ് എക്സ്പ്രഷനും ട്രൂ അല്ലെങ്കിൽ പിന്നെ ഡിഫോൾട്ട് എന്ന് പറയുന്ന കേസാണ് എടുക്കുക. ഡിഫോൾട്ട് കേസ് ചെക്ക് ചെയ്ത് നോക്കും, ഏതെങ്കിലും ടെസ്റ്റ് എക്സ്പ്രഷൻസ് ട്രൂ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് എക്സ്പ്രഷനും ട്രൂ അല്ലെങ്കിൽ ഡിഫോൾട്ട് എന്ന് പറയുന്ന കേസാണ് എക്സിക്യൂട്ട് ചെയ്യുക. പിന്നെ ബ്രേക്കിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് കിടക്കാൻ സ്വിച്ചിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കും. if else if ladderൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഏതെങ്കിലും ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയാൽ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് കിടക്കും. ഇത്രയാണ് സ്വിച്ചും if else if ladderും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. സ്വിച്ചും if else if ladderും തമ്മിലുള്ള വ്യത്യാസം, രണ്ടും മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, സ്വിച്ച് ആണെങ്കിലും if else if ladder ആണെങ്കിലും. പക്ഷേ സ്വിച്ചിൻ്റെ കേസിൽ ഇക്വാലിറ്റി ഓപ്പറേറ്റർ മാത്രമേ നമ്മൾക്ക് കണ്ടീഷനിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇവിടെ if else if ladder ആണെങ്കിൽ ഏത് ടെസ്റ്റ് എക്സ്പ്രഷൻ ഏത് റിലേഷൻ ഓപ്പറേറ്റർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഓപ്പറാൻഡിൻ്റെ ഡാറ്റ ടൈപ്പ് സ്വിച്ചിൽ ഇൻഡോ ക്യാരോ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. if else if ladderൽ ഏത് ഡാറ്റ ടൈപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ സ്വിച്ചിൻ്റെ കേസിൽ എല്ലാത്തിലെയും ഫസ്റ്റ് ടെസ്റ്റ് എക്സ്പ്രഷൻസിൻ്റെ ഫസ്റ്റ് ഓപ്പറാൻഡ് സെയിം ആയിരിക്കണം. if else if ladderൽ ഏത് ഓപ്പറാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സ്വിച്ചിൽ ഒരു കേസും ട്രൂ അല്ലെങ്കിൽ സ്വിച്ചിൻ്റെ അകത്ത് എല്ലാ ടെസ്റ്റ് എക്സ്പ്രഷൻസും നോക്കി ഒരു ടെസ്റ്റ് എക്സ്പ്രഷനും ട്രൂ അല്ലെങ്കിൽ ഡിഫോൾട്ട് എന്ന് പറയുന്ന കേസാണ് എക്സിക്യൂട്ട് ചെയ്യുക. if else if ladderലെ ഒരു ടെസ്റ്റ് എക്സ്പ്രഷനും ട്രൂ അല്ലെങ്കിൽ പിന്നെ എൽസ് എന്ന് പറയുന്ന കേസാണ് എക്സിക്യൂട്ട് ചെയ്യുക. പിന്നെ സ്വിച്ചിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് സ്വിച്ചിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കണം. if else if ladder ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഏതെങ്കിലും ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബ്ലോക്കിൽ നിന്നും പുറത്തേക്ക് കിടക്കും. ഇത്രയാണ് സ്വിച്ചും if else if ladderും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സും വർക്കിങ്ങുമാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം അതിൻ്റെ സിൻടാക്സ് ആണ് നമ്മൾ എഴുതുന്നത്. സ്വിച്ചിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: switch of expression case value 1 statement block 1 break, case value 2 statement block 2 break, etc. default statement ക്ലോസിംഗ് കർലി ബ്രാക്കറ്റ്. ഇതാണ് സ്വിച്ചിൻ്റെ സിൻടാക്സ്. സ്വിച്ച് ഓഫ് എക്സ്പ്രഷൻ ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റ് കേസ് വാല്യൂ 1 സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 ബ്രേക്ക്, കേസ് വാല്യൂ 2 സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 ബ്രേക്ക്, എക്സെട്ര. ഡിഫോൾട്ടിൽ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് സ്വിച്ചിൻ്റെ സിൻടാക്സ്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, സ്വിച്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് സ്വിച്ച് ഓഫ് എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ ചെക്ക് ചെയ്ത് നോക്കും. ഇവിടെ ഒരു വേരിയബിളാണ് ഉണ്ടാവുക. ഈ എക്സ്പ്രഷൻ എന്നുള്ളിടത്ത് ഒരു വേരിയബിളാണ് ഉണ്ടാവുക. ഈ വേരിയബിളും ഈ വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കും. ഓരോ വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കും. ഈ വേരിയബിളിൻ്റെ വാല്യൂ ഈ കേസിൽ കൊടുത്തിരിക്കുന്ന വാല്യൂവിനോട് ഈക്വൽ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ കൂടെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ തൊട്ടടുത്ത കേസിലേക്ക് പോകും. അത് ട്രൂ ആണെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഒരു കേസിലേക്കും ഇത് മാച്ച് ചെയ്തില്ലെങ്കിൽ നേരെ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് സ്വിച്ചിൻ്റെ വർക്കിംഗ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞത്. അപ്പോൾ സ്വിച്ച് ഓഫ് എക്സ്പ്രഷൻ എന്നാണ് പറയുക. ഈ എക്സ്പ്രഷൻ ഇവിടെയുള്ള ഓരോ കേസ് വാല്യൂവിനോടും കമ്പയർ ചെയ്ത് നോക്കും. ദ എക്സ്പ്രഷൻ വിൽ ബി കമ്പയർഡ് വിത്ത് ഓൾ ദ കേസ് വാല്യൂസ് if any of the case value is equal to the value of expression. ഏതെങ്കിലും ഒരു കേസ് വാല്യൂ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻ്റെ വാല്യൂവിനോട് ഈക്വൽ ആണെങ്കിൽ ദ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ്. അതിൻ്റെ കൂടെ വരുന്ന കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് നോ കേസ് വാല്യൂസ് മാച്ചസ് വിത്ത് ദ എക്സ്പ്രഷൻ, ഒരു കേസ് വാല്യൂ ഈ എക്സ്പ്രഷനോട് മാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ then the default case statement will be executed. ഇതാണ് സ്വിച്ചിൻ്റെ വർക്കിംഗ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സിൻടാക്സ് എഴുതുക. അതിൻ്റെ വർക്കിംഗ് ആയിട്ട് നിങ്ങൾ ഇത്രയാണ് എഴുതേണ്ടത്. എക്സ്പ്രഷൻ ഇവിടെ വരുന്ന ഓരോ കേസ് വാല്യൂവുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കും. ഈ എക്സ്പ്രഷൻ ഓരോ കേസ് വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കും. ഏതെങ്കിലും വാല്യൂ ഈ എക്സ്പ്രഷനോട് ഈക്വൽ ആണെങ്കിൽ
ഏതെങ്കിലും വാല്യൂ എക്സ്പ്രഷനോട് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന ഏത് വാല്യൂ ആണോ അതിൻ്റെ കൂടെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഒരു വാല്യൂവും എക്സ്പ്രഷനോട് ഈക്വൽ അല്ലെങ്കിൽ പിന്നെ ഡിഫോൾട്ട് എന്ന് പറയുന്ന കേസിനെ എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് സ്വിച്ചിൻ്റെ വർക്കിംഗ്. ഓരോ എക്സ്പ്രഷൻ എടുക്കും. ഇറ്റ് വിൽ ബി ചെക്ക്ഡ് വിത്ത് all the case values. If any of the case value matches with the value of expression, ഏതെങ്കിലും കേസ് വാല്യൂ എക്സ്പ്രഷൻ്റെ വാല്യൂവിനോട് മാച്ച് ചെയ്യുകയാണെങ്കിൽ the corresponding statement will be അതിൻ്റെ കൂടെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഒന്നും മാച്ച് ചെയ്തില്ലെങ്കിൽ മാത്രം ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് സിൻടാക്സ് ആൻഡ് വർക്കിംഗ് ഓഫ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രയാണ് ഇത്. യെസ്, ആദ്യത്തിൻ്റെ തൊട്ട് മുൻപ് എഴുതാം. ഇത് കേസ് 1, കേസ് 2, കേസ് 3 എക്സെട്ര. കേസ് വാല്യൂ n-1 എന്ന് എഴുതാം ഇവിടെ വേണമെങ്കിൽ. അത് ഈ കേസിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഇവിടെ. സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് n-1 ബ്രേക്ക് ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. അത് സിൻടാക്സിൻ്റെ കൂടെ എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇവിടെ ഡിഫോൾട്ട് എഴുതുന്നതിന് മുൻപായിട്ട് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കേസും കൂടി ഇവിടെ എഴുതിയതിന് ശേഷം ഡിഫോൾട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. എത്ര കേസുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. 1, 2, 3, 4 എത്ര കേസുകൾ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഒരു നൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ n-1 കൂടെ സിൻടാക്സിൽ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് എഴുതിയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കേസ് 1, കേസ് 2 എക്സെട്ര, കേസ് വാല്യൂ 1, കേസ് വാല്യൂ 2 എക്സെട്ര ഡിഫോൾട്ട്. ഈ ഡിഫോൾട്ടും നിർബന്ധമായിട്ട് ഉണ്ടാവണം. ഒരു 2 കേസ് എഴുതി പിന്നെ ഡിഫോൾട്ട്, ഇത്രയാണ് നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടത്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കേസ് വാല്യൂ n-എന്നോ n-1 എന്തെങ്കിലും ഒരെണ്ണം കൂടെ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് സിൻടാക്സ് ആൻഡ് വർക്കിംഗ് ഓഫ് സ്വിച്ച് സ്റ്റേറ്റ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് സിൻടാക്സ് വർക്കിംഗ് ഓഫ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അത് പിന്നെ ബാക്കി എല്ലാത്തിൻ്റെയും സിൻടാക്സും വർക്കിങ്ങും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ 3 കണ്ടീഷനും ഈഫ് എൽസ് ഇഫ് ലാഡറും സ്വിച്ചും തമ്മിലുള്ള വ്യത്യാസവും നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി ഒറ്റ കാര്യം കൂടി ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് പറയണം. സ്വിച്ചിൽ ബ്രേക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. നമ്മളിവിടെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കും കഴിഞ്ഞിട്ട് നമ്മളൊരു ബ്രേക്ക് കൊടുക്കുന്നുണ്ട്. ബ്രേക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസ് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ മാച്ച് ചെയ്ത കേസ് കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ കേസുകളും ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ടഡ് ആവും. അതാണ് സ്വിച്ചിൻ്റെ പ്രത്യേകത. അപ്പോൾ സ്വിച്ചിൽ ബ്രേക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഏത് കേസ് വാല്യൂ ആണോ ട്രൂ ആവുന്നത് അത് മുതൽ താഴേക്കുള്ള ബാക്കി എല്ലാ കേസുകളെയും എക്സിക്യൂട്ട് ചെയ്യും. ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിലും എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് സ്വിച്ചിൽ ബ്രേക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. അപ്പോൾ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പഠിച്ചു. ഈഫ് എൽസ് ഇഫ് ലാഡർ, സ്വിച്ച്, ഇത്രയാണ്. അതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെയും സിൻടാക്സും വർക്കിങ്ങുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സ്വിച്ചിൻ്റെ സിൻടാക്സും വർക്കിങ്ങുമാണ്. അപ്പോൾ ആദ്യം സ്വിച്ചിൻ്റെ സിൻടാക്സും വർക്കിങ്ങും പഠിക്കുക. പിന്നെ ബാക്കി 3 ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സും വർക്കിങ്ങും പഠിക്കുക. അതിനുശേഷം സ്വിച്ച് സാറ്റിസ്ഫൈ ചെയ്യേണ്ട 3 കണ്ടീഷൻസ് പഠിക്കുക. അതിനുശേഷം സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റും ഈഫ് എൽസ് ഇഫ് ലാഡറും, അത് തമ്മിലുള്ള ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അത് ചോദിക്കാറുണ്ട്, സ്വിച്ചും ഈഫ് എൽസ് ഇഫ് ലാഡറും തമ്മിലുള്ള വ്യത്യാസം, അത് പഠിക്കണം. പിന്നെ സ്വിച്ചിൽ ബ്രേക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, അത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിപ്പോൾ ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ചിലപ്പോൾ ചോദിച്ചുകൂടായികയില്ല. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ ബ്രേക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ ബ്രേക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഏത് കേസാണോ ട്രൂ ആവുന്നത് ആ കേസ് മുതൽ താഴേക്കുള്ള ബാക്കി എല്ലാ കേസുകളെയും എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് ബ്രേക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഫസ്റ്റ് വണ്ണായ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം ഏതെങ്കിലും സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യാനും ബാക്കിയുള്ളതിനെ സ്കിപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്വിച്ചിലാണെങ്കിലും ട്രൂ ആയിട്ടുള്ളത് ഏതാണോ, ഏത് കേസാണോ മാച്ച് ആവുന്നോ അതിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, ബാക്കിയെല്ലാം സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ടീഷൻ്റെ ബേസിൽ പർട്ടിക്കുലർ പാർട്സ് എക്സിക്യൂട്ട് ചെയ്യാനും ബാക്കിയുള്ളതിനെ സ്കിപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് വാട്ട് ഈസ് ലൂപ്പ് എന്ന് പഠിക്കണം. ലൂപ്പ് എന്താണെന്ന് പഠിക്കണം. രണ്ടാമതായിട്ട് എലമെൻറ്റ്സ് ഓഫ് ലൂപ്പ്. ഇത് നമ്മൾ
മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്, ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. അപ്പം എലമെൻറ്റ്സ് ഓഫ് ലൂപ്പ് അത് പഠിക്കണം. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ടൈപ്സ് ഓഫ് ലൂപ്പ് മൂന്നെണ്ണാണുള്ളത്. വൈൽ, ഫോർ, ഡു വൈൽ. 3 ലൂപ്പും അതിൻ്റെ വർക്കിങ്ങും പഠിക്കണം. നാലാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ എൻട്രി കൺട്രോൾഡ് ആൻഡ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. ഡിഫറൻസ് ബിറ്റ്വീൻ എൻട്രി ആൻഡ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. ഇത്രയും കാര്യങ്ങളാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിക്കേണ്ടത്. എന്താണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ലൂപ്പിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, ടൈപ്സ് ഓഫ് ലൂപ്പ് 3 ലൂപ്പുകൾ, അതിൻ്റെ സിൻടാക്സും വർക്കിങ്ങും, പിന്നെ എൻട്രി കൺട്രോൾഡ് ലൂപ്പും എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും തമ്മിലുള്ള ഡിഫറൻസ്. ഒരു മിനിറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വണ്ണാണ് വാട്ട് ഈസ് ലൂപ്പ്, അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിലെ കൺട്രോൾ സ്ട്രക്ചേഴ്സിലെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പർട്ടിക്കുലർ പാർട്ടിനെ എക്സിക്യൂട്ട് ചെയ്യാനും ബാക്കിയുള്ളതിനെ സ്കിപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ചത്. അതേസമയം ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ഫോർ റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ടിംഗ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം 1, 2, 3 ഈ 3 എണ്ണത്തിന് എക്സിക്യൂട്ട് ചെയ്ത് വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരും. വീണ്ടും കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിനെ തന്നെ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും, വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരും. ഇങ്ങനെ റിപ്പീറ്റഡ്ലി സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ഫോർ എക്സിക്യൂട്ടിംഗ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ്ലി. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എലമെൻറ്റ്സ് ഓഫ് ലൂപ്പാണ്. ലൂപ്പിൻ്റെ എലമെൻറ്റ്സ് ഓഫ് ലൂപ്പ്. അപ്പോൾ ലൂപ്പിൻ്റെ എലമെൻറ്റ്സ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ ബേസിസിലാണ് നമ്മൾ ലൂപ്പിൻ്റെ എലമെൻറ്റ്സ് ഏതാണെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക. ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഈസ് എ വേരിയബിൾ ദാറ്റ് ഡിസൈഡ്സ് ദ നമ്പർ ഓഫ് ടൈംസ് ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ടഡ്. ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണം എന്നത് തീരുമാനിക്കുന്ന വേരിയബിളിനെയാണ് നമ്മൾ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത്. ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്ന വേരിയബിളാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എവിടെയാണ് ഉണ്ടാവുക? ഇറ്റ് ഈസ് ദ വേരിയബിൾ യൂസ്ഡ് ഇൻ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ദ ലൂപ്പ്. ലൂപ്പിൻ്റെ കൂടത്തിൽ വരുന്ന ടെസ്റ്റ് എക്സ്പ്രഷനിൽ എഴുതിയിരിക്കുന്ന വേരിയബിളാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിളാണ് ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ലൂപ്പിൻ്റെ എലമെൻറ്റ്സ് പഠിക്കുമ്പോൾ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്താണെന്ന് ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. അതിനുശേഷമാണ് ലൂപ്പിൻ്റെ എലമെൻറ്റ്സ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങേണ്ടത്. അപ്പോൾ ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ നിങ്ങൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഡിസൈഡ്സ് ദ നമ്പർ ഓഫ് ടൈംസ് ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ടഡ്. It is the variable used in the test expression of a loop. ലൂപ്പിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിളാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ തീരുമാനിക്കും. ഇതിൻ്റെ ബേസിസിൽ നമ്മൾ 4 എലമെൻറ്റ്സ് പറയാൻ വേണ്ടിയിട്ട് പോവാണ്. ലൂപ്പിൻ്റെ 4 എലമെൻറ്റ്സ്. അതിൽ ഒന്നാമത്തെ എലമെൻ്റാണ് ഇനിഷ്യലൈസേഷൻ. ഇത് നിങ്ങൾക്ക് പ്രോഗ്രാമൊക്കെ എഴുതുമ്പോഴേ കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. പ്രോഗ്രാമിൻ്റെ ബേസിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഇനി നമ്മൾക്ക് പ്രോഗ്രാം ഒന്നും എഴുതി പഠിക്കാനുള്ള സമയമില്ല. നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി ഈ ഡെഫിനിഷൻസ് ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. പ്രോഗ്രാമിൽ നിന്ന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ കഴിഞ്ഞ വർഷം വരെ ചോദിക്കുമായിരുന്നു. ഈ വർഷം ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഡെഫിനിഷൻസ് മാത്രം പഠിച്ചു വെക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് ഇനിഷ്യലൈസേഷൻ. is the process of assigning initial value to the loop control variable. loop control variable തുടക്കത്തിലുള്ള വാല്യൂ, ഫസ്റ്റ് വാല്യൂ കൊടുക്കുന്ന സ്റ്റെപ്പിനെയാണ് നമ്മൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ ആണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, പലരും ടെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് എഴുതാറുണ്ട്. TEXT. ടെക്സ്റ്റ് എക്സ്പ്രഷൻ അല്ല, ടെസ്റ്റ് എക്സ്പ്രഷൻ. TEST ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ്. അപ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് ദ കണ്ടീഷൻ വിച്ച് ഡിസൈഡ്സ് വെദർ ടു എക്സിക്യൂട്ട് ദ ലൂപ്പ് ബോഡി ഓർ നോട്ട്. ലൂപ്പ് ബോഡിയെ എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷനെയാണ് നമ്മൾ
ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ എലമെൻ്റ് ആണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. Update statement is the statement which changes the value of loop control variable. ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് തുടക്കത്തിലുള്ള വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചത്. ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ കൊടുത്ത വാല്യൂവിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ചേഞ്ചസ് ഇൻ ദ വാല്യൂ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഇനി നാലാമത്തേതാണ് ലൂപ്പ് ബോഡി. ലൂപ്പ് ബോഡി ഈസ് ദ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ആർ എക്സിക്യൂട്ടഡ് റിപ്പീറ്റഡ്ലി. വീണ്ടും വീണ്ടും എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്ന ലൂപ്പിലെ എലമെൻസിനെ നമ്മൾ ലൂപ്പിലെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ലൂപ്പ് ബോഡി. അപ്പോൾ ഇത് നാലുമാണ് ലൂപ്പിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്ന ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന വേരിയബിളാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ടെസ്റ്റ് എക്സ്പ്രഷനിലാണ് ഉണ്ടാവുക. ഈ ടെസ്റ്റ് എക്സ്പ്രഷനിൽ കാണുന്ന വേരിയബിളിനെയാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് വിളിക്കുക. ഇനി അതിൻ്റെ ബേസിൽ നമ്മൾ 4 എലമെൻറ്റ്സ് ഉണ്ട്. ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ലൂപ്പ് ബോഡി. അതിൽ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, നമ്മുടെ പ്രോഗ്രാമിലെ നമ്മൾ എഴുതിയിരിക്കുന്ന ലൂപ്പിലെ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് ഫസ്റ്റ് വാല്യൂ, ഇനിഷ്യൽ വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട്, തുടക്കത്തിലുള്ള വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന കണ്ടീഷനെയാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂവിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂവിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ലൂപ്പ് ബോഡി. ഇത്രയാണ് ലൂപ്പിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ടൈപ്സ് ഓഫ് ലൂപ്പ്. 3 തരത്തിലുള്ള ലൂപ്പുകളാണ്: വൈല്, ഫോർ, ഡു വൈൽ. ഓരോ ലൂപ്പും അതിൻ്റെ സിൻടാക്സും വർക്കിങ്ങുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വൈൽ ലൂപ്പാണ്. വൈൽ ലൂപ്പ് ആദ്യം നമ്മൾ സിൻടാക്സ്. ലൂപ്പിൻ്റെ കാര്യത്തിൽ ആദ്യം സിൻടാക്സ് ആണ് പറയുക, കാരണം എല്ലാ ലൂപ്പും ഒരേ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചപ്പോൾ ഓരോ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഈഫ് ട്രൂ കേസ് മാത്രം ഉള്ളെങ്കിൽ ഈഫ് ഉപയോഗിക്കും, ട്രൂ കേസ് ഫോൾസ് കേസും ഉണ്ടെങ്കിൽ ഈഫ് എൽസ് ഉപയോഗിക്കും, മൾട്ടിപ്പിൾ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഈഫ് എൽസ് ലാഡർ ഉപയോഗിക്കും, അതിൽ തന്നെ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ സ്വിച്ച് ഉപയോഗിക്കും. അതെല്ലാം ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ എല്ലാ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും ഒരേ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മൾട്ടിപ്പിൾ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ലൂപ്പ് വേണമെങ്കിലും എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്തെ ഫസ്റ്റ് വണ്ണാണ് വൈൽ ലൂപ്പ്. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ആദ്യം ഇനിഷ്യലൈസേഷൻ, പിന്നെ വൈൽ ഓഫ് ഇനിഷ്യലൈസേഷൻ സെമികോളൻ, വൈൽ ഓഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ, ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റ്, ബോഡി ഓഫ് ലൂപ്പ്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ക്ലോസിംഗ് കർലി ബ്രാക്കറ്റ്. ഇതാണ് വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ്. ഇനിഷ്യലൈസേഷൻ, വൈൽ ഓഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ, ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റ്, ബോഡി ഓഫ് ദ ലൂപ്പ്, അപ്ഡേറ്റ് ഇൻസ്ട്രക്ഷൻ, ക്ലോസിംഗ് കർലി ബ്രാക്കറ്റ്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ആദ്യം ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക. ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ്. അതിനുശേഷം എന്ത് ചെയ്യും? ടെസ്റ്റ് എക്സ്പ്രഷൻ വിൽ ബി ചെക്ക്ഡ്. If the test expression is true, then the body of loop will be executed. Test expression check ചെയ്യും. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം then the update statement will be executed. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. After executing the update statement, the control goes back to the test expression. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം വീണ്ടും കൺട്രോൾ എന്ത് ചെയ്യും? ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് തിരിച്ചു പോകും. വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ വീണ്ടും ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, തിരിച്ച് ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് പോകും. ഈ പ്രോസസ്സ് ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം സമയം ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇനി വെൻ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ബിക്കംസ് ഫോൾസ്, ദ കൺട്രോൾ വിൽ ഗോ ഔട്ട് ഓഫ് ദ വൈൽ ബ്ലോക്ക്. അതായത് ടെസ്റ്റ് എക്സ്പ്രഷൻ എപ്പോഴാണോ തെറ്റാവുന്നത് ആ സമയത്ത് ഈ വൈൽ ബ്ലോക്കിൻ്റെ പുറത്തേക്ക് നമ്മുടെ കൺട്രോൾ പോകും. ഇതാണ് വൈൽ ലൂപ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം സിൻടാക്സ്, പിന്നെ വർക്കിങ്ങിൽ ഇത്രേ പറയണ്ടു. ആദ്യം ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യാം. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്ത് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ച് വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് വരും. വീണ്ടും ട്രൂ ആണെങ്കിൽ ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഫോൾസ് ആവുന്ന സമയത്ത് വൈൽ ബ്ലോക്കിൻ്റെ പുറത്തേക്ക് പോകും. ഇതാണ് വൈൽ ലൂപ്പിൻ്റെ വർക്കിംഗ്.
സിൻടാക്സ് ആൻഡ് വർക്കിംഗ്. സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് ആൻഡ് വർക്കിംഗ് ആണ്. ഫോർ ലൂപ്പ്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: ഫോർ ഓഫ് ഇനിഷ്യലൈസേഷൻ സെമി കോളൻ ടെസ്റ്റ് എക്സ്പ്രഷൻ സെമി കോളൻ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റ് ബോഡി ഓഫ് ദ ലൂപ്പ് ക്ലോസിംഗ് കർലി ബ്രാക്കറ്റ്. ഇതാണ് ഏതിൻ്റെ നമ്മുടെ ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഫോർ ലൂപ്പിനെ നമ്മൾ കോമ്പാക്റ്റ് ലൂപ്പ് എന്നാണ് പറയുക. ഫോർ ലൂപ്പ് ഈസ് എ കോമ്പാക്റ്റ് ലൂപ്പ്. അതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. കോമ്പാക്റ്റ് ലൂപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ലൂപ്പാണ്. എന്തുകൊണ്ടാണ് അതിനെ കോമ്പാക്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത്? ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് ഇൻസ്ട്രക്ഷൻ, ഈ മൂന്ന് കാര്യങ്ങളും ഒരൊറ്റ ലൈനിൽ തീർന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ കോമ്പാക്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ ലൂപ്പ് ഈസ് എ കോമ്പാക്റ്റ് ലൂപ്പ് ബിക്കോസ് ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ ആൻഡ് അപ്ഡേറ്റ് ഇൻസ്ട്രക്ഷൻ ആർ സ്പെസിഫൈഡ് ഇൻ എ സിംഗിൾ ലൈൻ. ഒരേ ലൈനിൽ തന്നെ ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് ഇൻസ്ട്രക്ഷൻ വന്നുകൊണ്ട് ഇതിനെ നമ്മൾ കോമ്പാക്റ്റ് ലൂപ്പ് എന്നാണ് പറയുക. അതിൻ്റെ സിൻടാക്സ് ആണിത്. ഇനി ഇനിഷ്യലൈസേഷൻ്റെയും ടെസ്റ്റ് എക്സ്പ്രഷൻ്റെയും അപ്ഡേറ്റ്, ഇതിൻ്റെ ഇടയിൽ സെമി കോളൻ ഇടാൻ മറക്കരുത്. അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് സെമി കോളൻ ഇല്ല, ഇതിൻ്റെ ഇടയിൽ മാത്രമേ സെമി കോളൻ ഉള്ളൂ. അതിടാൻ നിങ്ങൾ മറക്കരുത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് ഇവിടെ ഇനിഷ്യലൈസേഷനിൽ നിന്നാണ് ഫോർ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട്സ് ഫ്രം ദ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. ദെൻ ഇറ്റ് ചെക്സ് ദ ടെസ്റ്റ് എക്സ്പ്രഷൻ. ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞാൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും. If the test expression is true, it executes the body of the loop. Test expression true ആണെങ്കിൽ body execute ചെയ്യും. And control goes to the update statement. Body execute ചെയ്തതിന് ശേഷം update statementലേക്ക് പോകും. Then it goes to the test expression again. വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് പോകും. പിന്നെ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കും. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി തിരിച്ച് അപ്ഡേറ്റ്, വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ബോഡി അപ്ഡേറ്റ്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. എപ്പോഴാണോ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആവുന്നത് ആ സമയത്ത് ഫോർ ബ്ലോക്കിൻ്റെ പുറത്തേക്ക് കൺട്രോൾ പോകും. ഇതാണ് വർക്കിംഗ്. ഇപ്പോൾ കോമ്പാക്റ്റ് ലൂപ്പാണ്. ഒരേ ലൈനിൽ എഴുതിയാൽ പോലും ഒറ്റ പ്രാവശ്യം കൊണ്ട് ഇത് മുഴുവൻ എക്സിക്യൂട്ട് ചെയ്യില്ല. ആദ്യം ഇനിഷ്യലൈസേഷനിൽ നിന്ന് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ബോഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് പോവുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് വരും. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ബോഡി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് വീണ്ടും അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. വീണ്ടും ഈ പ്രോസസ്സ് ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആകുമ്പോൾ ഫോർ ബ്ലോക്കിൽ നിന്നും പുറത്തേക്ക് കിടക്കും. ഇതാണ് ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് ആൻഡ് വർക്കിംഗ്. ഇനി അടുത്തത് ലാസ്റ്റ് വൺ ആണ് ഡു വൈൽ ലൂപ്പ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിലെ ലാസ്റ്റ് വൺ ആണ് ഡു വൈൽ ലൂപ്പ്. ഫോറും വൈലും എൻട്രി കൺട്രോൾഡ് ലൂപ്സ് ആണ്. ഫോർ ലൂപ്പും വൈൽ ലൂപ്പും എൻട്രി കൺട്രോൾഡ് ലൂപ്സ് ആണ്. ഡു വൈൽ എന്ന് പറയുന്നത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഇനിഷ്യലൈസേഷൻ ഡു സ്റ്റേറ്റ്മെൻറ്റ്. ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞാൽ ഡു ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ക്ലോസിംഗ് കർലി ബ്രാക്കറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അപ്ഡേറ്റ് ഇൻസ്ട്രക്ഷൻ ക്ലോസിംഗ് കർലി ബ്രാക്കറ്റ് വൈൽ ഓഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ സെമി കോളൻ. ഫോറും വൈലും എഴുതിയപ്പം ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ കഴിഞ്ഞിട്ട് നമ്മൾ സെമി കോളൻ ഇടൂലായിരുന്നു. അതായത് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനം സെമി കോളൻ ഇടൂലായിരുന്നു. പക്ഷേ ഡു വൈലിൻ്റെ കേസിൽ ഈ വൈലിൻ്റെ അവസാനം നമ്മളൊരു സെമി കോളനും കൂടി ഇടണം. അപ്പോൾ ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് എക്സിറ്റ് കൺട്രോളാണ്. വൈലും ഫോറും ആയിരുന്നു. അപ്പോൾ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്ത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ നമ്മൾ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുള്ളായിരുന്നു. അതുകൊണ്ടാണ് അതിനെ എൻട്രി കൺട്രോൾഡ് എന്ന് പറഞ്ഞത്. ആദ്യം ടെസ്റ്റ് എക്സ്പ്രഷൻ നോക്കി ട്രൂ ആണെങ്കിൽ മാത്രം ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്തു, വൈലും ഫോറും. അതുകൊണ്ട് അതിനെ നമ്മൾ എൻട്രി കൺട്രോൾഡ് എന്ന് പറയും. ഇവിടെ ലൂപ്പ് ബോഡി ഒക്കെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇവിടെ വരുന്ന വൈൽ ഓഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ബോഡി കഴിഞ്ഞിട്ട് ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡു വൈൽ എന്ന് പറയുന്നത് ഒരു എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്ത് നോക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ആണ് ഇനിഷ്യലൈസേഷൻ ഡു ഓഫ് ബോഡി അപ്ഡേറ്റ് ഇൻസ്ട്രക്ഷൻ ക്ലോസിംഗ് കർലി ബ്രാക്കറ്റ് വൈൽ ഓഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ആദ്യം ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ്, then the body of the loop will be executed, then the update instruction will be executed, and after that the test expression will be checked. If the test expression is true, control goes back to the do statement. Test expression true ആണെങ്കിൽ തിരിച്ച് do statementലേക്ക് വരും, ബോഡി എക്സിക്യൂട്ട് ചെയ്യും, വീണ്ടും അപ്ഡേറ്റ് ചെയ്യും, വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്ത് നോക്കും, വീണ്ടും ട്രൂ ആണെങ്കിൽ വീണ്ടും ഡു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും. ഇഫ് ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ഫാൾസ് ഇറ്റ് എക്സിറ്റ്സ് ദ ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റ്. ഡു വൈലിൽ നിന്ന് പുറത്തേക്ക് എടുക്കും. ഇപ്പം ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ.
അപ്പോൾ ആദ്യം ഇനീഷ്യലൈസേഷൻ ഡു സ്റ്റേറ്റ്മെൻറ്റ് നോക്കും. അതിന് ശേഷം ഡു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് ബോഡി ഓഫ് ദി ലൂപ്പ് നേരിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്ത് നോക്കും. ട്രൂ ആണെങ്കിൽ വീണ്ടും ഡൂവിലേക്ക് തിരിച്ചു പോകും. വീണ്ടും ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. എപ്പോഴാണോ ഫോൾസ് ആവുന്നത് ആ സമയത്ത് ഈ ഡു വൈൽ ബ്ലോക്കിൽ നിന്നും പുറത്തേക്ക് കിടക്കും. ഇതാണ് നമ്മുടെ ഡു വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സും വർക്കിങ്ങും. ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. അപ്പോൾ ഇതാണ് 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടിയാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഡിഫറൻസ് ബിറ്റ്വീൻ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. എൻട്രി കൺട്രോൾഡും എക്സിറ്റ് കൺട്രോൾഡും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പ്രോഗ്രാം വെച്ച് ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് ക്ലാസ്സിൻ്റെ സമയത്ത്. ഇനി ആ പ്രോഗ്രാം വെച്ചിട്ടുള്ള ഡിസ്കഷൻ ഒന്നും നമ്മൾ നടത്തൂല. 2 ഡിഫറൻസേ ഉള്ളൂ. ആ 2 ഡിഫറൻസ് എന്താണെന്ന് പറയുക മാത്രമേ ചെയ്യുള്ളൂ. ഒന്നാമത്തെ ഡിഫറൻസ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ചെക്ക്ഡ്. എൻട്രി കൺട്രോൾഡ് ആണെങ്കിൽ ചെക്ക്ഡ് ബിഫോർ എൻ്ററിങ് ദ ലൂപ്പ് ബോഡി. ലൂപ്പ് ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപേ ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുള്ളൂ എൻട്രി കൺട്രോൾഡിൽ. എക്സിറ്റ് കൺട്രോൾഡ് ആണെങ്കിൽ ലൂപ്പ് ബോഡി വിൽ ബി എക്സിക്യൂട്ടഡ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഓൺലി ദ ടെസ്റ്റ് എക്സ്പ്രഷൻ വിൽ ബി ചെക്ക്ഡ്. ആദ്യം ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്ത് നോക്കുകയുള്ളൂ. അതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. എൻട്രി കൺട്രോൾഡ് ആണെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ നോക്കൂ ആദ്യം. അത് ട്രൂ ആണെങ്കിൽ മാത്രമേ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. എക്സിറ്റ് കൺട്രോൾഡ് ആണെങ്കിൽ ആദ്യം ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ടെസ്റ്റ് എക്സ്പ്രഷൻ നോക്കുകയുള്ളൂ. പിന്നെ എൻട്രി കൺട്രോൾഡിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എൻട്രി കൺട്രോൾഡ് ആണെങ്കിൽ ലൂപ്പ് ബോഡി മേ നോട്ട് ബി എക്സിക്യൂട്ടഡ് ഇഫ് ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ഫോൾസ്. ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുകയേ ഇല്ല എൻട്രി കൺട്രോൾഡ് ആണെങ്കിൽ. എക്സിറ്റ് കൺട്രോൾഡ് ആണെങ്കിൽ ലൂപ്പ് ബോഡി വിൽ ബി എക്സിക്യൂട്ടഡ് അറ്റ്ലീസ്റ്റ് വൺസ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിലും ലൂപ്പ് ബോഡി ഒരു പ്രാവശ്യമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. ഇതാണ് എൻട്രി കൺട്രോളിലും എക്സിറ്റ് കൺട്രോളിലും നമ്മൾ 2 ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അത് പഠിച്ചാൽ മതി. അതായത് എൻട്രി കൺട്രോൾഡ് ആണെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ മാത്രം ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. എക്സിറ്റ് കൺട്രോൾഡ് ആണെങ്കിൽ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ടെസ്റ്റ് എക്സ്പ്രഷൻ നോക്കുകയുള്ളൂ. ഇനി എൻട്രി കൺട്രോൾഡിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയേ ഇല്ല. അതേസമയം എക്സിറ്റ് കൺട്രോൾഡ് ആണെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യപ്പെടും. ഒരു പ്രാവശ്യമെങ്കിലും ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യപ്പെടും. ഇത്രയാണ് എൻട്രി കൺട്രോളിലും എക്സിറ്റ് കൺട്രോളിലും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ 7ാമത്തെ പാഠത്തിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് 4 എണ്ണവും അതിൻ്റെ സിൻടാക്സും വർക്കിങ്ങും, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് 3 എണ്ണവും അതിൻ്റെ സിൻടാക്സും വർക്കിങ്ങും. അതിന് പുറമെ സ്വിച്ചും ഇഫ് എൽസ് ഇഫ് ലാഡറും തമ്മിലുള്ള വ്യത്യാസം, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് 3 എണ്ണം, പിന്നെ ബ്രേക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ സ്വിച്ചിൽ ബ്രേക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് പഠിക്കണം. പിന്നെ ലൂപ്പിൻ്റെ എലമെൻറ്റ്സ് പഠിക്കണം. പിന്നെ എന്താണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ 2 എണ്ണം ഡിസിഷൻ മേക്കിംഗ് ലൂപ്പിങ്ങും അതിൻ്റെ ഡെഫിനിഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ എക്സിറ്റ് ചെയ്ത് വളരെ പെട്ടെന്ന് 4 പാഠങ്ങൾ പഠിച്ച് തീർക്കുക. ഞാൻ ഇതിൻ്റെ ഇടയിൽ വീഡിയോ കോൾ വിളിച്ച് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചു കൊള്ളാം. പിന്നെ 12 മണിക്ക് നിങ്ങൾക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ടാവും.